പിന്നെ മീറ്റു ക്യാമ്പയിനെ കുറിച്ച് നല്ല പ്രസ്ഥാനമാണ് മീറ്റു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഈ കൊസ്തേപ്പുണ്ടല്ലോ മുട്ടത്തോടിന് വിജാഗിരി വെക്കണേ. സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്ന പുരുഷന്മാർ ഒന്ന് ആലോചിക്കും, നാളെ ഞങ്ങളിത് ചെയ്താൽ ഞങ്ങൾ കുഴപ്പത്തിൽ ചാടും. ഒരു കരുതൽ നല്ല. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതോടെ തുടർച്ചയായി രണ്ടാം ദിവസവും നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ തുടരുക. എന്താ ഉറക്കം വരുന്നു? നാളെ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാം. രണ്ടാം ദിവസവും നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ തുടരുക. എന്റെ ഈ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഞാൻ കുറ്റവാളിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മതി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അതിന്റെ റിയാക്ഷൻസ് ആണ് ഈ കഴിഞ്ഞ ദിവസം നടക്കുന്ന ഈ ട്രോളുകളും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ആളുകളുടെ കമന്റുകളും എല്ലാം അതാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക്. ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന നടനെതിരെ ആവശ്യമില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ എത്രയോ ആളുകളുടെ ചീത്തവാക്കുകൾ കേൾക്കേണ്ടി വന്നു. ഞങ്ങളുടെ മെമ്പറായ ആ സഹോദരി ഞങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു പ്രവൃത്തികളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. വാതിൽ ചവിട്ടി പൊളിക്കുമോയെന്ന് പേടിച്ചാണ് പല നടികളും സെറ്റിൽ ഉറങ്ങുന്നത്. വിട്ടുവീഴ്ച ചെയ്യാത്തവർക്ക് അവസരമില്ല. അങ്ങനെ വന്നാൽ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകലും. ഞങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ കൂവലുണ്ടാവും, ഞങ്ങൾക്കെതിരെ തെറിവിളിക്കും. ഇതൊക്കെ ജനങ്ങൾ നമ്മളകറ്റുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ എല്ലാം തെറ്റാവുമ്പോഴാണ് ജനങ്ങൾക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നത്. ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കരുതിയതാ എന്റെ തെറ്റ്. ശരിപ്പെടുത്ത്, എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം. ഞാനതൊന്നും ചെയ്യില്ല.